ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് തേർഡ് ഡേ ഇൻ അൽമാട്ടിയാണ് ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നാൻ ഷവർമ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ പോവുകയാണ്. സ്ലിപ്പായി. നല്ല ഐസ് ഉണ്ട് ഇവിടെ, ഫുള്ള് മഞ്ഞ. മിനിഞ്ഞാന്ന് നൈറ്റ് സ്നോ പെയ്തിട്ട് ഇവിടെ ഫുള്ള് സ്നോ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, സ്നോയൊക്കെ മാറിയിട്ടുണ്ട് കുറച്ച്. അൽമാട്ടിയിലൊരു ജംഗ്ഷൻ, അൽമാട്ടി ജംഗ്ഷൻ. ഇവിടെയൊക്കെ ഇലക്ട്രിക് ബസ് ഉണ്ട്. പിന്നെ എന്താ സിഗ്നൽ, റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്യും. ഗ്രീൻ ആയാലും മാത്രമേ അവരൊക്കെ ക്രോസ് ചെയ്യുള്ളൂ. ഭയങ്കര എല്ലാം നല്ല ഓർഗനൈസ്ഡാണ്. ഇത് ഇന്നലെ ഞങ്ങൾ വന്ന് കഴിച്ചതാണ് നാൻ ഷവർമ എന്ന് പറഞ്ഞിട്ട് ഒരു ഷവർമ റോൾ. ഷവർമ റോൾ എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നും ഒന്നുകൂടി വന്ന് കഴിക്കാമെന്ന് വെച്ചു ബ്രേക്ക്ഫാസ്റ്റ്. ആക്ച്വലി ഇപ്പോൾ 11 മണി ആവുന്നുണ്ട് ടൈം. ഇത് 24/7 ഓപ്പണാണ്. അപ്പോൾ ഞങ്ങൾ വെച്ച് ഇന്ന് ഇവിടെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിന്ന് കോക്ടോബ് പോവുക. അപ്പോൾ ഭയങ്കര ഫില്ലിംഗ് ആയിട്ടിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു ക്യാബ് ബുക്ക് ചെയ്ത് കോക്ടോബയിൽ പോവുകയാണ്. ശരിക്കും അവിടുത്തെ ലോക്കൽസ് പ്രൊനൗൺസ് ചെയ്യുന്നത് കോക്ടോബെ എന്നാണ്. പക്ഷേ ഞങ്ങൾ കോക്ടോബെന്ന്, അത് അതിൻ്റെ ലെറ്ററിൻ്റെ ആ വേർഡിൻ്റെ ഇതിൽ വെച്ചിട്ട് ഞങ്ങൾ കോക്ടോബെന്ന് പ്രൊനൗൺസ് ചെയ്തതെന്നാണ്. ശരിക്കും കോക്ടോബെ അല്ലെങ്കിൽ തോബെ എന്നാണ് അവർ പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ ക്യാബ് ബുക്ക് ചെയ്ത് പോവുകയാണ്. ഞങ്ങൾ അവിടെ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ട്രാൻസ്ലേറ്ററാണ്, ഗൂഗിൾ ട്രാൻസ്ലേറ്ററാണ്. ഡ്രൈവറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായാലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായാലും മെയിനായിട്ടും. കാരണം അവിടെ ഇംഗ്ലീഷ് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ കൂടുതലും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് എവിടെയാണ് പോവേണ്ടത്, ഞങ്ങൾക്ക് എന്താണ് കൺവേ ചെയ്യാനുള്ളത് അത് നമ്മൾ കൺവേ ചെയ്യും. അവരും ഞങ്ങൾ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് റഷ്യനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കസാക്കി ലാംഗ്വേജിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതുപോലെ അവർ തിരിച്ച് കസാക്ക് അല്ലെങ്കിൽ റഷ്യ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ട് ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓരോന്നും ചോദിക്കുന്നതാണ്. തൽക്കാലത്തേക്ക് ബാഗിലില്ലേ? എങ്ങനെ ഫ്രം അൽമാട്ടി ടു കോൾസായി 350 കിലോമീറ്റർ. 350 കിലോമീറ്റർ ഉണ്ടോ? കോക്ടോബിൽ എത്തിയിട്ടുണ്ട്. ടാക്സിക്ക് നമ്മൾ 3000 രൂപ കൊടുത്തു. നമ്മളുടെ സ്റ്റേയിൻ്റെ അടുത്തുനിന്ന് നമ്മൾ അവിടെ നടന്ന് നാൻ ഷവർമ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് കോക്ടോബ് വരെ വരാനായിട്ട് 3000 ടെങ്കയാണ് അയാൾ മേടിച്ചത്. കുഴപ്പമില്ല, പുള്ളി അത്യാവശ്യം ഹെൽപ്ഫുള്ളായി, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബാഗിൽ എല്ലാവരുടെയും പാസ്പോർട്ടും ബാക്കി കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സും എല്ലാം കൂടി വെച്ചിട്ട് ആ കാറിൽ വെച്ച് മറന്നുപോയി. പുള്ളി പാവം തിരിച്ചു വന്നു, ബാഗും കൊണ്ടേ തന്നു. പൈസ പാസ്പോർട്ട് ആന്നേ നല്ല തണുപ്പുണ്ട് ഇവിടെ അത്യാവശ്യം. നമ്മൾ ഇന്നലെ പോയി ജാക്കറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം എന്താണ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് തണുപ്പൊക്കെ. നമ്മൾ നാട്ടിൽ നിന്ന് ഞാൻ ഡെക്കത്ലോണിൽ ഒരു നോർമൽ ജാക്കറ്റാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് കേബിൾ കാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. കേബിൾ കാർ ആക്ച്വലി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോകാനുള്ളതാണോ? 4 പേർക്കും കൂടി റൗണ്ട് ട്രിപ്പ് നമുക്ക് എത്രയായി? 20,000. എത്ര ടെങ്ക്? 20,000 ടെങ്ക് ആയിട്ടുണ്ടല്ലേ 4 പേർക്കും കൂടി. പെർ അഡൾട്ട് 5000 ടെങ്കയാണ് അതിൻ്റെ റെൻറ്റ് വരുന്നത്. ഓൾമോസ്റ്റ് ഇന്ത്യൻ മണി 1000. തിരിച്ച് ബാർകോഡ്. അതെ, അതിങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പുള്ളി വന്നിട്ടുണ്ട്. അത് നിൽക്കത്തില്ല കേട്ടോ, നമ്മൾ കയറുന്ന വഴിക്ക് അത് പോവും. അപ്പം നമുക്ക് പോകാനുള്ള കേബിൾ കാർ വന്നിരിക്കുകയാണ്. പച്ച കയറാൻ കുഴപ്പമില്ല. ഇത് ഫുള്ള് സ്ക്രാച്ച് ആൻഡ് വിൻ ആണല്ലോ. രാഹുൽ കയറി, വിഷ്ണു കയറി, ഞാനും കയറി. മാറടാ
അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കോക്ടോബിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ വലിയൊരു ജൈൻ വീലുണ്ട്. അപ്പോൾ നമുക്കതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ജൈൻ വീലിൽ കയറാം. പിന്നെ ഷോസൊക്കെ നടക്കുന്നതാണെന്ന് തോന്നുന്നു, എന്തെങ്കിലും ഈവനിങ് ഷോസൊക്കെ ഉണ്ടാവും. പിന്നെ അതേ അവിടെ നമുക്ക് ഈഗിളിനെ ഇവരുടെ കസാക്കി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈഗിളിനെ അവർ കയ്യിൽ വെച്ച് തരും. അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ കുറേ ചെറിയ ഷോപ്പിങ്ങും പിന്നെ കഫേസൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഒരു കഫേയും അവിടെ കുറച്ച് സ്നാക്സിൻ്റെ ഇതും. പിന്നെ അപ്പുറത്ത് കുട്ടികളുടെ പാർക്കുണ്ട്, മറ്റേ ചെറിയൊരു പാർക്ക്. ഇപ്പോൾ നമ്മൾ വിയാന് ഒരു കാറ് റെൻ്റ് എടുത്തു. അത് 1 ഹവറിന് 2000 ടെങ്കയാണ്. അപ്പോൾ അവനതൊരു എക്സൈറ്റ്മെൻറ്റുമാണ്. നമുക്ക് അവനെ എടുത്ത് നടക്കണ്ടല്ലോ, അവനതിലിരുന്നോളും, അതുന്തി നടന്നാൽ മതി. പിന്നെ അതേ ഫുള്ള് മൗണ്ടൻസും അടിപൊളിയായിട്ടുണ്ട് വ്യൂ. കണ്ടോ? ആക്ച്വലി മഞ്ഞിൽ നമ്മൾ മൗണ്ടൻസ് കാണുന്നത് നമുക്ക് വേറൊരു തന്നെ എക്സ്പീരിയൻസ് ആണ്. ഈവൻ നമ്മൾ മണാലി ഷിംലയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ മൗണ്ടൻസിനേക്കാൾ എന്തോ ഒരു പ്രത്യേക ഭംഗി നമുക്ക് ഇവിടെ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ആദ്യം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നില്ല. ഇപ്പോൾ അത്യാവശ്യം തിരക്കായിട്ടുണ്ട്, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവിടം വരെ വണ്ടി വരും. പക്ഷേ നമുക്ക് ആക്ച്വലി കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ കേബിൾ കാർ തന്നെ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് ആ ഫുൾ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇവിടെ ചെറിയ ഷോപ്പിംഗ് ഇതൊക്കെയുണ്ട്. നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ഇതേ ഫറിൻ്റെ സാധനം. ഇത് ഇവരുടെ കസാക്കി ടൈപ്പ് ഹാറ്റാണ്, ഈ ഫറ് വരുന്ന ഹാറ്റ്. ഇവിടെ ഫുള്ള് മഞ്ഞൊക്കെ ആയിട്ട് എനിക്കൊന്ന് ഇന്നലെ ചെറിയ മഞ്ഞ് പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാ ഈ മരത്തിലൊക്കെ മഞ്ഞുള്ളത്. രാഹുൽ മഞ്ഞ് വരാൻ പോവാണ്. പക്ഷെ ഇവിടുത്തെ മഞ്ഞിനൊരു പ്രത്യേക ഭംഗിയല്ലേ. നമ്മൾ മണാലിയിലൊക്കെ പോകുമ്പോൾ അവിടെ എനിക്ക് തോന്നി കുറച്ച് വേസ്റ്റൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും. അവിടുത്തെ മഞ്ഞിന് നമുക്ക് അത്രയും ഇത് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ഭയങ്കര ഫ്രഷ് മഞ്ഞായിട്ട് തിളങ്ങുന്ന എന്താ മഞ്ഞിന് ഭയങ്കര ഷൈനിങ്. ആ വെയിലടിക്കുമ്പോഴല്ലോ ഡയമണ്ട് തിളങ്ങുന്ന പോലെ തിളങ്ങുക. വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുക്കുന്ന രാഹുൽ മഞ്ഞ്. ഓ വാവ്, കാറ്റ് ഇങ്ങോട്ടായിരുന്നടാ. കോക്ടോപ്പ് TV ടവർ കാണാൻ വേണ്ടി പോവാണ്. കമോൺ. അങ്ങനെ ഞാനും ബീറ്റിൽസിൻ്റെ കൂടെ വീഡിയോ എടുക്കുവാണ്. ഹായ്. അൽമാട്ടി വ്യൂ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓ ഇവിടെ കാശ് ഇടണം, ചുമ്മാതൊന്നും അല്ല. 500 ടെങ്ക ഇടണം. 500 to 1000 ടെങ്ക ഇട്ടാൽ നമുക്ക് ഇത്രയും കാണാം. 500 ടെങ്ക ഉണ്ടെങ്കിൽ 2 മിനിറ്റ്, 1000 ടെങ്ക ഉണ്ടെങ്കിൽ 4 മിനിറ്റ് നമുക്ക് വ്യൂ ഉണ്ട്. ഇതാണ് കസാക്കിലെ ഫേമസ് TV ടവർ. വാവ്, ഇത് ഫുള്ള് മഞ്ഞാട്ടോ. മഞ്ഞ് കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റാണ്. എന്താണെന്നറിയില്ല. കോക്ടോബ് ഓ ബെസ്റ്റ് എക്സോട്ടിക് ആനിമൽസ്. ഇതിന് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ടോ അറിയില്ല കേട്ടോ, നോക്കട്ടെ. ഓ ഇവിടെ എന്തൊക്കെ ഷോ ഒക്കെ ഉണ്ട്. ഇല്യൂഷൻ. ഓ അവിടെ ഇല്യൂഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ മറ്റേ 5D 3D ഒക്കെ കാണത്തേ. ഓ ഇത് ഗെയിമിങ് സ്റ്റേഷനാണ്. ഉള്ളിൽ ഫുള്ള് ഗെയിംസും കാര്യങ്ങളും. എഴുതി വെച്ചിട്ടുണ്ട് എത്ര ടെങ്കയാണെന്നൊക്കെ ഉള്ളത്. 500 ടെങ്ക എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഗെയിംസ് സാധാ നമ്മുടെ മുകളിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഗെയിംസ് കാര്യം. ആക്ച്വലി ഫ്രഷ് സ്നോയിൻ്റെ പുറത്തുകൂടി നമ്മൾ നടന്നാൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ ഐസ് നല്ല ഉറഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിലൊക്കെ ഇങ്ങനെ എന്നാൽ സ്ലിപ്പാവും നമ്മൾ. ഹായ്. നേരത്തെ കുറച്ച്
പയ്യന്മാർ വന്നിട്ട് രാഹുലിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷെ ഞാൻ അപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴത്തേക്ക് അവർ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. ഞങ്ങൾ അത്രയും പേര് അവിടെ നിന്നിട്ട് അവർക്ക് രാഹുലിനെ ഇഷ്ടപ്പെട്ട ഫോട്ടോ എടുക്കാൻ. ആർച്ചറിയാണോ? അല്ലല്ലേ. ദേ ഒരു മൃഗം. അതെന്ത് മൃഗം? അവിടെ ആനിമൽസ് ഒക്കെ ഉണ്ട്. ഓ, ഇതാണ് എക്സോട്ടിക് ആനിമൽസ് എന്ന് പറഞ്ഞിട്ടേ അവിടെ ബോർഡ് വെച്ചത്. നമ്മുടെ ആട്. നേരത്തെ നോക്കിയപ്പോൾ ഇവിടെ ഒരു ഷീപ്പ് ഉണ്ടായിരുന്നു, ഒരു വലിയൊരു ഷീപ്പ്. അത് ഉള്ളിലോട്ട് കയറിപ്പോയി. ഓ, അതുവഴി ഇങ്ങനെ ജസ്റ്റ് താഴെ നടക്കാന്നേ ഉള്ളൂ. ഇവിടെ ചെമ്മരിയാടൊക്കെ ഉണ്ട്. അവിടെ ഇല്ലടാ, അത് ഉള്ളിൽ കയറിപ്പോയി. മുട്ടനാട് ദേ അടുത്ത് വന്നു. വിയാൻ ഷീപ്പ്, ബേബി ഷീപ്പ്. ഇതിനേക്കാളും വലുത് അപ്പുറത്ത് നിന്നേ. ഓ, ഡെക്കറേറ്റീവ് ഗോട്ട്. അച്ചടാ, നമുക്ക് ഓ ഇതിന്റെ കൊമ്പ് നോക്ക്. ഗോട്ട മുന്തിത്തള്ളി ഇട്ടാലോ താഴോട്ട്. ഓ, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ആട്. അതിൻ്റെ കൊമ്പ് കണ്ട ചുരുണ്ട് മടങ്ങിയിരിക്കുന്നത്. ഓ, ഇതാണ് ബാബ ബ്ലാക്ക് ഷീപ്പ്, അത് ബാബ ബ്രൗൺ ഷീപ്പ്. ബാ, ഇത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ അവരെ ഫീഡ് ചെയ്യാം. ഫുഡുണ്ട്. 300 ടെങ്കയാണ്. അപ്പോൾ ക്യാബേജോ ലെറ്റസോ ക്യാരറ്റോ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആനിമൽസിനെ ഫീഡ് ചെയ്യാം. ഇത് മാൻ. തൊടാവോ? ഫൈൻ. എല്ലാം ഒരു എമ്മും താറാവും. ഡക്കൊക്കെ നോക്ക്, നല്ല വലിപ്പമുണ്ട്. ആക്ച്വലി നമ്മൾ ഇന്നലെ ഒരു സ്നാക്ക് മേടിച്ച് കഴിച്ചായിരുന്നു. അതായത് ചിക്കൻ ലെഗ് ഉള്ളിൽ പപ്സ് പോലെ ഇരിക്കും, പക്ഷേ പപ്സിൻ്റെ കോട്ടിങ്ങും പേസ്റ്റ് ആ കോട്ടിങ് വരും. ഉള്ളിൽ ചിക്കൻ്റെ ലെഗായിരുന്നു. പക്ഷേ ചിക്കൻ്റെ ലെഗ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ചിക്കൻ ലെഗായിരുന്നു ടർക്കി ലെഗായിരുന്നു, പക്ഷേ ഭയങ്കര വലിയ ലെഗായിരുന്നു. അതെന്താണെന്ന് ഇപ്പം മനസ്സിലായില്ലേ. ഡക്കിനെയൊക്കെ നോക്ക്. എന്താണ്? ഫ്രഞ്ച് ഗൂസ്. ഫ്രഞ്ച് ഗൂസ്. ദേ കോഴി. ആ, ഇതിപ്പോ ഡൗട്ട് ക്ലിയർ ആയി. കോഴിയുടെ തന്നെയാ. ഇത് ആ ഒരു ഫുഡ് കൊടുത്തപ്പോൾ പോകുന്ന നോക്ക്. ഓടി വരുന്നടാ പാവം. അത് നമ്മളെ കണ്ടിട്ട് ഫുഡ് കിട്ടാനാന്ന് പറഞ്ഞിട്ട് ഓടി വരുക. കളർഫുൾ ആയിട്ടുണ്ട് പെസൻസ്. ഇത് നമ്മുടെ സൂയിലും ഉണ്ട്, പക്ഷെ അവിടെ ഇത്രയും കളർ നമുക്ക് തോന്നുന്നില്ല അല്ലേ. ഇത് നല്ല ബ്രൈറ്റ് കളറായിട്ടുണ്ട്. അത് നല്ല രസമുണ്ടല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നോക്ക്, ഇത് നമ്മുടെ സാധാരണ നാടൻ കോഴിയാണെന്ന് തോന്നുന്നു. അയ്യോ കുഞ്ഞ്, ഇതൊക്കെ ചാവൽക്കോഴിയാണ്. സിൽവർ പെസൻറ്റ്. ആക്ച്വലി ഇതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ സൂവിലുണ്ട്, പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് ഇത്രയും ഭംഗി തോന്നുന്നില്ല. ഇവിടെ നോക്ക്, അതിൻ്റെ ആ ഡിസൈനൊക്കെ നോക്കടാ, അടിപൊളിയായിട്ട് കാണുന്നില്ലേ. ആ, ഇത് നോക്ക്. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് എടുത്ത് കാണുന്നതുകൊണ്ടാണ് ഈ ഭംഗി. ഭയങ്കര ഷൈനിങ് ഒക്കെ ആയിട്ട് തിളങ്ങുന്ന ഗോൾഡ്. അയ്യോടാ കുഞ്ഞ്, നമ്മുടെ കാടക്കോഴി പോലത്തെ ഒരു കുഞ്ഞു കോഴി. ഓമ്പോ, ഇത് നോക്ക്, സാധാ കോഴി. പക്ഷെ അതിൻ്റെ സൈസ് നോക്ക്, മിനിയേച്ചർ. നമ്മൾ മിനിയേച്ചർ കോഴി എന്നൊക്കെ പറയുന്നുള്ളൊരു കുഞ്ഞു കോഴി. അതേ മയിൽ പീലിയിടുന്നത്. അടിപൊളി. എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോളൂ. അതൊന്നും അല്ല, ദേ പെൺമയിൽ ഫ്രണ്ടിൽ നിൽക്കുക. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ആയാലും എനിക്ക് തോന്നുന്നു സ്നോ ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. സ്നോ ഇല്ലാത്ത ടൈമിൽ വന്നാൽ നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു. ആക്ച്വലി നോക്ക്, മഞ്ഞായതുകൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു ആക്ടിവിറ്റീസൊക്കെ. ഇപ്പോൾ ഈ സൈക്ലോണിൻ്റെ ഇതൊക്കെ ആയാലും ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ പുറത്തൊരു വെറുതെ സ്ലൈഡ് പോലത്തെ
ഒരു സാധനം ഉണ്ട്. അത് നമുക്ക് പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. കാരണം അതും ഇങ്ങനെ ഓപ്പണായിട്ട് പോകുന്നതാ. പക്ഷെ ഇതൊക്കെ ക്ലോസ്ഡാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് മഞ്ഞില്ലാത്ത ഒരു സമയം കൂടി വരാം. ടോയ് ട്രെയിൻ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളന്ന് ജോളിവുഡിൽ പോയ പോലെ ഡൈനോയുടെ ഇത് കണ്ടതുപോലെ ആയിരിക്കും. മഡഗാസ്കറിലെ ആനിമൽസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും, അസ്യൂം ചെയ്യാം അല്ലേ. ഇതെല്ലാം ക്ലോസ്ഡാട്ടാ. ഈ സമയത്ത് വന്നതിൽ ഇപ്പോൾ അത് മാത്രമേ ഒരു വിഷമം തോന്നുള്ളൂ. കാരണം നമുക്ക് ഈ ഇതൊന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. കോതെ സൈക്ലോൺ കോസ്റ്റർ എല്ലാം ക്ലോസ്ഡ്. ശരി, അതുകൊണ്ടാണ് നമുക്ക് എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം എനിക്കൊന്ന് ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. 2500 ടെങ്ക് ഇതിന് കോസ്റ്റ്. ഇതും ബമ്പർ കാർ. ഇത് ഇവിടെ സൂക്ഷിച്ച് കിടക്കണം കേട്ടോ, തെന്നും. ബമ്പർ കാർ ഓപ്പൺ ആട്ടോ. ചെടികളൊക്കെ ഇങ്ങനെ ഫുള്ള് ടൈ ചെയ്ത് വെച്ചേക്കുക, ഇങ്ങനെ വരിഞ്ഞ് കെട്ടി വെച്ചേക്കുക. അപ്പോൾ എത്രത്തോളം സ്നോ വന്നാലും അതിനങ്ങനെ വലിയ ഡാമേജ് ഒന്നും പറ്റില്ല. ഈ സ്നോ മാറുമ്പോൾ അവരിത് അഴിച്ചു വെക്കുമായിരിക്കും. പ്രോപ്പർ ഗിയറൊക്കെ ഇട്ട് വന്ന സ്നോ ടൈമിൽ നമുക്ക് അടിപൊളിയായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാം. ഗ്ലൗസ്, നല്ല ജാക്കറ്റ്, നല്ല ഷൂസ്, അങ്ങനത്തെ ഫുൾ ഗിയറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. ആക്ച്വലി അതാ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ക്ലൈമറ്റിൽ ചിലപ്പോൾ പറ്റത്തില്ല. ഇവിടുത്തെ മൈനസ് കുറേ പോവും, -20, ചില സമയത്ത് -21 ഒക്കെ വന്നായിരുന്നല്ലേ ലാസ്റ്റ് മന്ത്. അപ്പോൾ 10 in between 10 and 5 ആ ഒരു ടെമ്പറേച്ചറാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെയും നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം പ്രോപ്പർ ഗ്ലൗസ്, ഇത് ജാക്കറ്റ്, ഷൂസ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ ദിവസം ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയി ഷോപ്പിംഗ് ചെയ്ത് വാങ്ങുന്നതായിരിക്കും നല്ലത്. അതല്ല നാട്ടിൽ നിന്ന് നമുക്ക് ബാക്കപ്പ് എന്തായാലും ഒരെണ്ണം വേണം. കാരണം ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തായാലും ബാക്കപ്പ് വന്നേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വന്നത് ഓൾമോസ്റ്റ് വിൻ്റർ ടൈമിൻ്റെ എൻഡിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്സിലും വിൻ്റർ സെയിൽ നടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 70% to 60%, 50% അങ്ങനെ ഓരോ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇട്ടിട്ട് സെയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ജാക്കറ്റൊക്കെ ഞാൻ വാങ്ങിയത് 70% ഓഫിനാണ്. ജാക്കറ്റ്, ഷൂസ്. അപ്പോൾ അതൊക്കെ നമുക്ക് നാട്ടിൽ ഓൾമോസ്റ്റ് ഒരു 1500 to 2000 റേഞ്ചേ വരുന്നുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സാധനമാണ്. അതായത് നമുക്ക് എത്ര മൈനസ് ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഇത് ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ തെർമലും ഒരു ടീഷർട്ടും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തണുപ്പ് അധികം തോന്നുന്നില്ല. കാരണം ഇന്നലെയൊക്കെ ഞാൻ ഡെക്കാത്ലോണിൽ നിന്നും മേടിച്ചൊരു സാധാ ഒരു ജാക്കറ്റാണ് ഇട്ടിരുന്നത്. അപ്പോൾ അതിടുമ്പോൾ നമുക്ക് ആ നെഞ്ചൊക്കെ ഇങ്ങനെ ഒരു തണുപ്പടിക്കും. പക്ഷേ ഇതിപ്പോൾ നല്ല പ്രോപ്പർ നമുക്ക് അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ചൂടല്ല, തണുപ്പ് നമുക്ക് അത്ര നല്ല ഇതൊന്നും തോന്നത്തില്ല. പിന്നെ അതുപോലെ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ ബൂട്ട്സ് ഇത് ആക്ച്വലി തെന്നത്തൊന്നുമില്ല. ഇന്നലെ ഞാൻ ഇട്ടത് നോർമൽ നമ്മുടെ അഡിഡാസിൻ്റെ ഒരു നോർമൽ ഷൂ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഞാൻ മഞ്ഞത്തോടി നമുക്ക് നടക്കുമ്പോൾ ഒരു ചെറിയൊരു പേടി ഇങ്ങനെ ഉണ്ടാവും. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ചെറിയൊരു പേടി തോന്നും. കാരണം സ്ലിപ്പാവുന്നു. ഇതിപ്പോൾ നമുക്കങ്ങനെ പേടിയൊന്നുമില്ല. നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് നടക്കാൻ പറ്റും. ആക്ച്വലി ഇത് ഓപ്പൺ ആണ് കേട്ടോ. TV ടവർ നമുക്കിവിടെ കാണാം. ഇതാണ് ഏഷ്യയിലെ ലാർജസ്റ്റ് TV ടവർ. പൈററ്റ് ഷിപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഭയങ്കര സോഫ്റ്റ്. ഇത് ഒറിജിനലാണെന്ന് തോന്നുന്നു. നല്ല സോഫ്റ്റ്. നമുക്ക് കണ്ടാ ഒറിജിനലായിരിക്കും അല്ലേ. നമുക്ക് ജാക്കറ്റൊക്കെ സോവനിയർ ഷോപ്പാണ്. നമുക്കൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചിട്ട് വന്നാലോ. കുട്ടികൾക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഗെയിമിങ്ങിന് കോക്ടോബിൽ. പക്ഷേ അഗെയിൻ മഞ്ഞ് കാരണം എല്ലാം ക്ലോസ്ഡ് ആണ്. ഇത് ശരിക്കും ഓഫ് സീസണാണ് ഇവരുടെ. സമ്മർ ടൈം തന്നെയാണ് സീസൺ. പക്ഷെ നമുക്കെപ്പോഴും മഞ്ഞ് കാണാനായിരിക്കുമല്ലോ ആഗ്രഹം. ഇവിടെ ഷൂട്ടിംഗ് ഗെയിം നടക്കുക.
തിരിച്ചടിച്ചു. രാഹുൽ ട്രൈ ചെയ്യുന്നുണ്ടോ? രാഹുലിന് ഷൂട്ടിങ്ങും ആർച്ചറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കോക്ടോബിൻ്റെ എൻട്രൻസിലുള്ള ഒരു കഫേയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാറായപ്പോൾ അവിടെ കയറി ഒരു കോഫിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതേ ഭയങ്കര നോയ്സാണ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കര. കേബിൾ കാർ വരുന്നതിൻ്റെ ഭയങ്കര നോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മ്യൂട്ട് ചെയ്തതാണ്. തിരിച്ചു പോകുമ്പോഴും നമുക്ക് അതേ സെയിം ടിക്കറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് കേബിൾ കാറിൽ കയറിയിട്ട് നമുക്ക് തിരിച്ച് താഴെ എൻട്രൻസിൽ പോകാം. നമ്മുടെ ക്യാബ് കിട്ടുന്ന ലൊക്കേഷനിൽ പോകാൻ പറ്റും. ആക്ച്വലി കോക്ടോബിൽ നമുക്ക് 1 ഡേ ഫുള്ള് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആക്ടിവിറ്റീസ് ആയാലും കാണാനായാലും നടന്ന് കാണാനായാലും നടക്കാനായാലും ടൈം സ്പെൻഡ് ചെയ്യാനായാലും ഒരു ദിവസം ഫുള്ള് ചെയ്യാനുള്ളതുണ്ട്. പക്ഷെ നമ്മൾ പോയ സമയത്ത് ഈ പറഞ്ഞ പോലെ മഞ്ഞായതുകൊണ്ടും ആക്ടിവിറ്റീസ് പലതും ക്ലോസ്ഡ് ആയതുകൊണ്ടും ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി ടൈം അവിടെ ചിലവഴിക്കേണ്ടി വന്നില്ല. ഒരു ഹാഫ് ഡേ ട്രിപ്പ് പോലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ കാണുന്ന വ്യൂ ആണ്. നല്ല അടിപൊളിയാണ്. അതായത് അവരുടെ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് തന്നെ വേറെ ഒരു രീതിക്കാണ്. അപ്പോൾ വീടുകളിലായാലും വീടിൻ്റെ ബാക്ക് യാർഡായാലും മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഒരു ഭംഗി നമുക്കിങ്ങനെ ഏരിയൽ വ്യൂ കാണുമ്പോൾ. കേബിൾ കാറിൽ വന്ന് ഇറങ്ങി താഴെ ഇറങ്ങി ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ഇവിടെ എനിക്കൊന്ന് ക്രിസ്മസിന് അവർ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തതായിരിക്കും. അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. ഐസ് സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നിൽക്കും അവർ. ആക്ച്വലി ഇതിട്ട് നമുക്ക് നടക്കാൻ കൂടി അറിയത്തില്ല. ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു. അവൻ ഡാൻസ് കളിക്കും. ഓ, പുള്ളി ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടിട്ട് ഡാൻസ് കളിയാ പുള്ളി. നൈസ്. ഇത് നമ്മുടെ പോലെ തന്നെ റൈറ്റ് സൈഡ് ഡ്രൈവുള്ള വണ്ടിയാണ്. ഇവൻ ബുക്ക് ചെയ്തത്. ഹായ്, ഹലോ. തട്ടിക്കൊണ്ടുപോകുന്നു. കസാക്കിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഡ്രൈവിംഗ് നേരെ ഓപ്പോസിറ്റാണ്. നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ കൂടി ഡ്രൈവ് ചെയ്യുമ്പോൾ അവരവിടെ റൈറ്റ് സൈഡിൽ കൂടിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. സ്റ്റിയറിംഗ് വന്നിട്ട് കാറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമൊക്കെ ഇങ്ങനെ നമ്മുടെ ഓപ്പോസിറ്റ് കാറ് വരുമ്പോൾ നമുക്ക് പേടിയാവും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് അഡ്ജസ്റ്റായി. പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ കോക്ടോബിൽ നിന്ന് നേരെ ഗ്രീൻ മാർക്കറ്റ് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഗ്രീൻ മാർക്കറ്റിൻ്റെ വീഡിയോ ആണ്. എല്ലാവരും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.